നമുക്കിന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രശ്രയയിലുള്ള അണുബാധയെ പറ്റി സംസാരിക്കാം. ശ്വാസകോശത്തിൽ വരുന്ന അണുബാധ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ട്രാക്ട് ഇൻഫെക്ഷനേക്കാൾ അത്ര സാധാരണ കണ്ടുവരാത്ത ഒരു അണുബാധ ബാധിക്കുന്ന ഒരു സ്ഥലമാണ് മൂത്രശ്രയയിലുള്ള അണുബാധ. പക്ഷേ ഇത് പല പ്രായത്തിലും അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു തരം ഇൻഫെക്ഷനാണ്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ രണ്ട് തരത്തിലാണ് ഉള്ളത്. മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റൽ, മൂത്രത്തിന് അളവ് കുറവ്, മൂത്രം കലങ്ങിപ്പോവുക, ഇതൊക്കെയാണ് ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രസഞ്ചി മൂത്രനാളിയിൽ വരുന്ന അണുബാധയുടെ രോഗലക്ഷണം. വൃക്കകളിലും ഇൻഫെക്ഷൻ വരാം. അവർക്ക് കൂടുതൽ പനി, കുളിര്, വിറയൽ, നടുവേദന, വയറ്റുവേദനയാണ് കൂടുതലായിട്ട് രോഗലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് സാധാരണഗതിക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അണുബാധയാണ്. അൺകോംപ്ലിക്കേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. ഇവരിൽ മൂത്രശ്രയയിലുള്ള സ്ട്രക്ചറൽ ഡാമേജ് അല്ലെങ്കിൽ തടസ്സങ്ങളൊന്നും ഇല്ലാത്തവർക്കാണ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻ, അൺകോംപ്ലിക്കേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നത്. നേരെ മറിച്ച് മൂത്രശ്രയയിലുള്ള സ്ട്രക്ചറൽ ഡാമേജ്, ഒന്നിൽ കല്ലോ അല്ലെങ്കിൽ തടസ്സമോ ഉള്ളവർക്ക് കോംപ്ലിക്കേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ്. കോംപ്ലിക്കേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നവർക്ക് അല്പം കൂടി സീരിയസ് ആണ്. പിന്നെ പ്രമേഹ രോഗങ്ങൾ, ഡയബറ്റീസ് അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെച്ച ഇമ്മ്യൂണോ സപ്രസ്ഡ് ആളുകൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നാൽ അല്പം കൂടി കോംപ്ലിക്കേഷൻസ് വരാം. കോംപ്ലിക്കേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണയ്ക്ക് നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. യൂറിൻ കൾച്ചർ ചെയ്തിട്ട് തക്കതായുള്ള സെൻസിറ്റീവ് ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സാധാരണയ്ക്ക് ഒരു 48-72 മണിക്കൂർ കൊണ്ട് രോഗലക്ഷണങ്ങൾ കുറഞ്ഞു കിട്ടും, പനി കുറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചക്ഷൻ മാറ്റി ഗുളികയിലോട്ട് മാറ്റാൻ സാധിച്ചേക്കാം. പല പ്രായത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് മൂത്രശ്രയയിലുള്ള ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നത്. ചെറുപ്രായത്തിലുള്ള മൂത്രശ്രയയിലുള്ള അണുബാധ കൺജനിറ്റൽ ഡിഫക്ട്സ് കൊണ്ടാണ് സാധാരണ വരുന്നത്. ആൺകുട്ടികളാണെങ്കിൽ പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് ഒരു പ്രധാന കാരണമാണ്. ഇങ്ങനത്തെ കുട്ടികളിൽ മൂത്രം സ്പീഡിൽ പോകാതെ തുള്ളിയായിട്ടായിരിക്കും പോകുന്നത്. മാത്രമല്ല, കുട്ടികൾ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് കരച്ചിൽ, പിന്നെ ബുദ്ധിമുട്ടുകൾ, പിന്നെ വളർച്ചയ്ക്ക് പ്രശ്നം, പിന്നെ ചെറിയ പനി, കുളിര് ഒക്കെയാണ് രോഗലക്ഷണങ്ങൾ. പക്ഷേ കുട്ടികൾക്കത് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് പറയാത്തതുകൊണ്ട് അത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ചിലപ്പം കുറച്ച് താമസം വരും. അമ്മമാർ ആണ് സാധാരണതയ്ക്ക് അത് പറഞ്ഞു വരുന്നത്. കുട്ടി മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് കരയുക, അതുപോലെ കുട്ടിയുടെ വളർച്ച അത്ര പോരാ, കുട്ടിക്ക് വിശപ്പില്ലായ്മ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു മൂത്രശ്രയയിലുള്ളൊരു അണുബാധയുടെ ഒരു ക്ലൂ ആണ്. പിന്നെ ഉള്ളവർക്ക് ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് ഒരു പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ താഴെക്കൂടാണ് മൂത്രം പോകുന്നത്. പക്ഷേ ചിലപ്പം കുറച്ച് മൂത്രം മേളിൽ വൃക്കകളിലോട്ട് വരാം. അത് റിഫ്ലക്സ് ചെയ്ത് വൃക്കകളിലോട്ട് പോകുന്നൊരു അപൂർവമായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് നടുവേദന വരിക, ഇവർക്ക് സാധാരണ ഇതിക്ക് പനി, കുളിരൊക്കെ വരിക. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളവർക്ക് നമുക്ക് ഒരു മെച്യൂറേറ്റിംഗ് സിസ്റ്റോ യൂറിത്രോഗ്രാം, അത് മൂത്രനാളിയിൽ കൂടെ ഒരു എത്തിയിട്ട് കടത്തിയിട്ട് നമ്മൾ ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കൊച്ചിൻ്റെ മൂത്രം ഒഴിക്കാൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്റേ എടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ കണ്ടുവരാം ഈ കുറച്ച് മൂത്രം മേലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കാറുണ്ട് ഒരു 2-5 വയസ്സ് വരെ. കാരണം ഈ ചെറുപ്രായത്തിൽ വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് അതിന് കിഡ്നിക്കകത്ത് തകരാറ് വരുത്താം, സ്കാർ വരേക്കാം. അപ്പോൾ ആ കുട്ടികൾ പ്രായമാകുമ്പോഴത്തേക്ക് അവർക്ക് ബ്ലഡ് പ്രഷർ കൂടാം, വൃക്ക തകരാറിൻ്റെ കാരണങ്ങളാകാം. 20 വയസ്സും 30 വയസ്സും കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഈ ചെറുപ്രായത്തിൽ വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നേരത്തെ കണ്ടുപിടിച്ചിട്ട് തക്കതായ ചികിത്സ കൊടുക്കുന്നത് പ്രധാനമാണ്. സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളിലും മൂത്രശ്രയയിലുള്ള അണുബാധ സാധാരണ പെൺകുട്ടികളിലാണ് കണ്ടുവരുന്നത്. ആൺകുട്ടികൾ ഈ പ്രായത്തിൽ മൂത്രശ്രയ അണുബാധ വരുവാണെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രോബ്ലം കൊണ്ടാണ് വരുന്നത്.
നേരെ മറിച്ച് പെൺപിള്ളേരിലൊക്കെ ആണെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒരു അൺകോംപ്ലിക്കേറ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് യൂഷ്വലി കണ്ടുവരുന്നത്. അവർക്ക് ഒരു ആൻറ്റിബയോട്ടിക് ഒരു 3-5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. പക്ഷേ ചിലവർക്ക് വിട്ട് വരാറുണ്ട്. പിന്നെ ഉള്ളത് പ്രഗ്നൻസി ടൈമിൽ ഗർഭപാത്രത്തിൻ്റെ മൂത്രസഞ്ചിയിൽ വരുന്ന തടസ്സം കൊണ്ട് മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂത്രം പോവാതെ വരാം. അപ്പോൾ മൂത്രസഞ്ചി ഒഴിച്ച ശേഷവും മൂത്രസഞ്ചിക്കകത്ത് കുറച്ച് മൂത്രം കട്ടിക്കിടക്കും. അപ്പോൾ ഈ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് പ്രഗ്നൻസി ടൈമിൽ ചിലപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കണ്ടുവരാം. അപ്പോൾ ഗർഭിണിയാവുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ബാധിക്കുന്ന ഇവർക്ക് കൊച്ചിൻ്റെ വളർച്ചയെ ബാധിക്കാം, അവർക്ക് ബ്ലഡ് പ്രഷർ കൂടാം. അതുകൊണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പ്രഗ്നൻസിയിൽ അല്പം കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അവർക്കും ഡെഫിനറ്റ് ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടത് വലിയ പ്രധാനമാണ്. പ്രായം കഴിഞ്ഞിട്ട് ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് പ്രോസ്റ്റേറ്റ് ആണുങ്ങളിലാണെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥിയുടെ വലിപ്പം കൂടിയിട്ട് വരാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം കൂടുമ്പോഴത്തേക്ക് പ്രായമുള്ള ആളുകൾക്ക് മൂത്രം ഒഴിക്കാൻ കുറച്ച് തടസ്സമായിരിക്കും. അതും മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് മൂത്രം മുഴുവൻ പോകാതെ മൂത്രസഞ്ചിക്കകത്ത് കെട്ടിക്കിടന്നിട്ട് അതിന് ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ഒരു 60-65 വയസ്സ് കാണുന്നുള്ള പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടിയിട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് സാധാരണ നമ്മൾ കണ്ടുവരാറുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ സെർവിക്സിൻ്റെ ക്യാൻസർ കൊണ്ട് ചിലപ്പം മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോകാതെ വരും. അവർക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം. എങ്ങനെയാണ് നമ്മൾ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്യുന്നത്? മൂത്രത്തിലെ ടെസ്റ്റുകൾ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടി നോക്കുമ്പോഴത്തേക്ക് പസ്സൽസ് സ്ത്രീകളിൽ ഒരു 5 പസ്സൽസ് പെർ ഹൈപ്പോർഫീൽഡ് കൂടുതൽ കണ്ടാലും ആണുങ്ങളിലും ഒരു 3-5 പസ്സൽസിന് കൂടുതൽ കണ്ടാൽ അതൊരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഒരു സസ്പീഷനാണ്. പിന്നെ നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്യും. ഈ മൂത്രം കൾച്ചർ ചെയ്യുന്നത് നമ്മൾ മൂത്രം ഒഴിക്കാൻ പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ മൂത്രം എടുക്കത്തില്ല, നടുക്കുള്ള മൂത്രം നമ്മൾ എടുത്തിട്ട് നമ്മൾ കൾച്ചർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടോ, അതിൽ ഏതൊക്കെ ആൻറ്റിബയോട്ടിക് സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ സെൻസിറ്റീവ് ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 90% യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കും. പക്ഷേ ചിലവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വിട്ട് വരും. വർഷത്തിൽ ഒരു 2-3 പ്രാവശ്യത്തെ കൂടുതൽ വരുന്നവർക്ക് അവർക്ക് പിന്നെ ഒരു ലോ ഡോസ് ആൻറ്റിബയോട്ടിക് കുറേ നാൾ നമ്മൾ കൊടുക്കേണ്ടി വരും. പ്രമേഹ രോഗികൾക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക് മൂത്രത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായതുകൊണ്ട് അതൊരു കൾച്ചർ മീഡിയ മാതിരിയാണ്. അതുകൊണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാത്രമല്ല പ്രമേഹ രോഗികൾക്ക് മൂത്രസഞ്ചിയിലോട്ട് നെർവ്സിനെ ബാധിക്കുക, അവർക്ക് മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോകാതെ കുറേ കട്ടി നിന്നിട്ട് അതും ഇൻഫെക്ഷൻ അടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ബോഡി നമ്മൾ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻ ഡ്രഗ്സ് കൊടുക്കും. അതുകൊണ്ട് അവർക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാത്രമല്ല ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസിനും സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് കിഡ്നി മാറ്റി വെച്ച രോഗികൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് ഗൗരവമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. പക്ഷേ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ തക്കതായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറുന്നൊരു അസുഖമാണ്. അതിന് നമുക്ക് അവയർനെസ് വേണം, പ്രത്യേകിച്ച് കുട്ടികളുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ.